പാൽക്കപ്പ നോക്കൂ, പാൽക്കപ്പ ഇങ്ങനെ എടുക്കുക. കൊഞ്ചു മാങ്ങ ഇട്ടത് നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഫുഡ്. അത് മസ്റ്റാണല്ലോ. ബീഫ് വഴറ്റിയത് ചൂടാണ്. ആവോലി കാന്താരിത്തവ വേണ്ട, വലിയ കൊഞ്ചാണ് കേട്ടോ. ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് കയറാം അങ്ങോട്ട്. നിനക്കെന്താ കയറാൻ മടി? ഒഴിക്കണം. ഓക്കെ. ഒരു കൈപ്പുണ്യമുള്ള ചെറുപ്പക്കാരനെ പരിചയപ്പെടാൻ പറ്റി. കൈപ്പുണ്യമുള്ള ചെറുപ്പക്കാരനെ എനിക്ക് തട്ടിക്കൊണ്ട് പോകണമെന്നുണ്ട്, പക്ഷെ സമ്മതിക്കത്തില്ല. ആ ചെറുപ്പക്കാരനാണ് ഈ റെസ്റ്റോറൻറ്റ് ഫുള്ള് നടത്തുന്നത്. അദ്ദേഹത്തിനെ പരിചയപ്പെടാം. എനിക്ക് ഭയങ്കര പ്രൗഡുണ്ട് ഇദ്ദേഹത്തിനെ പരിചയപ്പെടാൻ പറ്റിയതിന്, ഇദ്ദേഹത്തിൻ്റെ ഫുഡ് കഴിക്കാൻ പറ്റിയത്. അത്രയ്ക്ക് അടിപൊളി. ഒരു ചെറുപ്പക്കാരന് ഇത്രയും കൈപ്പുണ്യം ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. ഒക്കുമല്ല കേട്ടോ. ജിഷ്ണു, ആ ചിരിയും കൊള്ളാം കേട്ടോ. ഫുഡിനെ പറ്റി പറയൂ, എങ്ങനെയാണ് റെസിപ്പി? ആദ്യം അത് പറയൂ. റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും ട്രൈ ചെയ്യുന്നതാണ്. പുതിയ പുതിയ വെറൈറ്റികൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കോളല്ലോ, നമ്മളിവിടെ എല്ലാം ഓപ്പണാണ്. നമ്മുടെ കിച്ചണാണ് ഓപ്പണാണ്. ആർക്കും വരാം, കാണാം, നോക്കാം, എന്തും ചെയ്യാം. ലൈവ് പ്രിപ്പറേഷനാണ് മൊത്തം. കൂടുതൽ നമ്മൾ ഫിഷിൻ്റെ വെറൈറ്റീസാണ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. ഡെയിലി ഡിപ്പെൻഡ് ഓൺ ഫിഷാണ്. എന്താണ് നമുക്ക് ഡെയിലി കിട്ടുന്നത് ആ സാധനം അവൈലബിൾ ആണ്. അവൈലബിലിറ്റിയുള്ള ഫിഷ് നമ്മൾ അതിന് എല്ലാ സാധനവും ഉണ്ട്. മസാലാസ് ഉണ്ടാവും. 2 ഐറ്റം ഉള്ളത്. ബീഫ് കാന്താരി സ്റ്റൂ, വരട്ടി. ഒത്തിരി ഐറ്റം വെച്ച് നമ്മളത് ഇതാക്കിയിട്ട് 2 ഐറ്റം വെച്ചിട്ട് നല്ലോണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം. ചിക്കൻ വറുത്തരച്ചത്, തേങ്ങാപ്പാൽ, പെപ്പർ ചിക്കൻ മസാല. ചിക്കൻ ഇത്രേ ഉള്ള ഐറ്റം. ഓവർ ഐറ്റംസ് ഇല്ല. പിന്നെ മൂന്ന് ഫിഷിൻ്റെ ഐറ്റംസാണ്. മെയിൻ ചട്ടിക്കറിയാണ്. ചട്ടിക്കറി കണ്ടില്ല, നമ്മൾ ലൈവ് പ്രിപ്പറേഷനാണ് മൊത്തം. ലൈവായിട്ട് ഉണ്ടാക്കുക. ഒന്നും ഉണ്ടാക്കി വെച്ച പ്രോഡക്റ്റ് ഒന്നുമില്ല. എല്ലാവരും പറഞ്ഞ ചട്ടിക്കറി ഫിഷ് നേരത്തെ ഉണ്ടാക്കി വെക്കണം. അതൊക്കെ നമ്മളെല്ലാം മാറ്റി കുറിക്കുക. നിങ്ങൾ ഓർഡർ എടുത്ത ശേഷം മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ലൈവായിട്ട് കാണണമെങ്കിൽ കാണുകയും ചെയ്യുക, എല്ലാം പരിചയപ്പെടുകയും ചെയ്യുക. എല്ലാം ഇവിടെ കണ്ട് ഒന്ന് ഫുഡ് കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാത്തുള്ളൂ. ഞാൻ വീട്ടിൽ എപ്പോഴും പറയാറുണ്ട്, ഫിഷ് ഉണ്ടാക്കി വെച്ച് അടുത്ത ദിവസം എടുത്താൽ മതി എന്ന് പറയാറുള്ളതാണ്. പക്ഷെ അതൊക്കെ ടോട്ടൽ മാറ്റി കുറച്ചു. ഗംഭീരം, ഉഗ്രം കണ്ടുപിടുത്തം. വന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്രയ്ക്ക് ഗംഭീര ഫുഡാണ്. ഓക്കെ. കിച്ചൻ്റെ അകത്തേക്ക് കയറി വന്നപ്പോൾ ഫിഷ് ചട്ടിക്കറി ആവോലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫിഷ് ചട്ടിക്കറി എന്ന് പറഞ്ഞു. സാധാരണ രീതിയിലല്ല ഇത് ഉണ്ടാക്കുന്നത്. തേങ്ങയും പിന്നെ നട്ട്സ് കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. അത് കൂടാതെ മുളക് പൊടിയല്ല ഉപയോഗിക്കുന്നത്. കാശ്മീരി ചില്ലി മേടിച്ച് കുതിർത്ത് അരച്ച് ഈ രൂപത്തിൽ പേസ്റ്റ് ആക്കിയിട്ടാണ് ഈ കറിക്കകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ പച്ചമുളക് ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 10 മിനിറ്റ് ആവുമേ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ചട്ടിക്കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചൂടാണ് കേട്ടോ. മീൻകറി ഇങ്ങനെ വറ്റി വരുന്നത്. വറ്റി വന്നപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കുന്നേ. തിളച്ച് വന്നപ്പോൾ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തൂകിയേ. അപ്പോൾ താളിപ്പ് ചേർക്കുന്നേ. ഒരു കാര്യം ഞാൻ പറയട്ടെ, മണത്തിൽ നിൽക്കാൻ പറ്റുന്ന കിച്ചണിൽ എത്രയും പെട്ടെന്ന് കഴിച്ചു തുടങ്ങണം കേട്ടോ. വറ്റ തവ ഫ്രൈ ചെയ്യാൻ പോവാണ്. മുളക് ഇടിച്ച തവയെന്നാണ് പറയുന്നത്. ഇത് വെള്ളത്തിൽ ഇട്ടാണ് ഉപയോഗിക്കുന്നത്. എണ്ണയൊന്നും ഉപയോഗിക്കത്തില്ല. മസാല ആഡ് ചെയ്യുന്നേ. മസാലയ്ക്കകത്ത് കിടന്ന് ഇത് കുക്കാവും. ആ മസാല ഇതിൽ ലയിപ്പിച്ചെടുത്ത് കറിവേപ്പില ഇടുന്നേ. തിളച്ച് തുടങ്ങിയേ. വറ്റ തവ ഫ്രൈ ഇവിടെ ഉറുകി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിക്കുന്നേ. അവസാനത്തെ മിനുക്കുമണിയാണ്. വറ്റ തവ ഫ്രൈ റെഡിയെ. വലിയ കിച്ചണാണ്. രാവിലെ 11 മണി തൊട്ട് രാത്രി 11 മണി വരെ ഫുൾ സ്ട്രെങ്തിൽ ലൈവായിട്ട് പോകുന്ന ഒരു കിച്ചൺ. കൊഞ്ചും മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടി മുളക് അരച്ചത് ചേർത്ത്. മുളക് അരച്ചതിൻ്റെ കൂട്ടത്തിൽ മാങ്ങാക്കറിയുടെ മസാലയുണ്ട്. കൂടാതെ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്താ വെള്ളമല്ല ഒഴിച്ചത് കേട്ടോ, സ്റ്റോക്ക് വാട്ടറാണ് ഒഴിച്ചത്. ഫിഷിൻ്റെ മാങ്ങ ഇടുന്നേ, കൊഞ്ചിടുന്നേ, കറിവേപ്പില ഇടുന്നേ, എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നേ. പാലൊഴിക്കുന്നേ. തേങ്ങാപ്പാലാണ്. മാങ്ങാക്കറിയും റെഡിയായ. പൊറോട്ട ഉണ്ടാക്കുന്നുണ്ടോ? മുട്ടൻ പൊറോട്ട. അടുത്ത ഐറ്റം ആവോലി കാന്താരി തവ. ഇതിനകത്തിലും വെള്ളമാണ് ഇവർ ഉപയോഗിക്കുന്നത്, ഓയിലല്ല. ഇടുന്നേ മഞ്ഞപ്പൊടിയെ, കാന്താരി അരച്ച പേസ്റ്റ്, ഉള്ളി, വെളുത്തുള്ളി, ജിഞ്ചർ, തേങ്ങ കൊത്ത് ഇട്ടു. കൈ പൊള്ളി കേട്ടോ. കറിവേപ്പില ഇടുന്നേ. അരിഞ്ഞ കറിവേപ്പില. ഇതിന് കുക്കായി വരണേ. 10 മിനിറ്റ് എടുക്കുവേ. കാന്താരി തവ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ. ലൈം ഒഴിക്കുന്നേ. ഓയിൽ ഒഴിച്ച് ഫിനിഷ് ചെയ്യുവാണ്. ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. കാന്താരി തവ ഫ്രൈ റെഡിയെ. അവസാനത്തെ ഐറ്റം കൊഞ്ച് കുത്തി തൂക്കിയത്.
മസാല ചേർക്കുന്നത്. സ്പെഷ്യൽ മസാലയാണ് ഈ ചേർക്കുന്നത്. കറിവേപ്പില ഇടുന്നേ. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുന്നേ. എണ്ണ ഒഴിക്കുന്നേ. കൊഞ്ച് കുത്തി തൂക്കിയത് തിളച്ചുകൊണ്ടേയിരിക്കുന്നേ. തേങ്ങാപ്പാൽ ഒഴിക്കുന്നേ. ഓയിൽ ഒഴിക്കുന്നേ. കൊഞ്ച് കുത്തി തൂക്കിയത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. റെഡിയേ. ഒരു വലിയ ഡൈനിങ് സ്പേസ് ആണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു തൊട്ടിലൊക്കെ ഉണ്ട്. ടേബിൾ എത്തിയപ്പോഴേ ആവി പറക്കുന്ന ആവോലി ചട്ടിക്കറി തന്നിട്ടുണ്ട്. കൊഞ്ച് മാങ്ങയിട്ടത്, വറ്റ മുളകിടിച്ച തവ, ബീഫ് വരട്ടിയത്, ആവോലി കാന്താരി തവ, ഇടിയപ്പം, കൊഞ്ച് കുത്തി തൂക്കിയത്, പാൽക്കപ്പ, അപ്പം, പൊറോട്ട. സ്ഥലം എവിടാന്ന് അറിയണ്ടായോ? ചക്കര ചൂണ്ടക്കാരൻ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. അടൂര് കിളിവേലാണ്. MC റോഡിൻ്റെ അരികിലായിട്ടാണ്. നിങ്ങൾ കണ്ട സീ ഫുഡുകളെല്ലാം കഴിച്ച് അർമാദിക്കാൻ പോവാണേ. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. എവിടാന്ന് അറിഞ്ഞു, ഫുഡൊക്കെ കണ്ടു. ഇനി ആ ഫുഡ് കഴിച്ച് നോക്കി എക്സ്പീരിയൻസ് പറയാന്നുള്ളതാണ്. ഇത് കണ്ടിട്ടും മണമടിച്ചിട്ടും ഒന്നും ഒരു രക്ഷയില്ല എൻ്റെ ചക്കരെ. അതുകൊണ്ട് നേരെ ടേബിളിൽ പോയി കഴിച്ചു തുടങ്ങാം. ഇത് എവിടുന്ന് തുടങ്ങണമെന്നൊരു പിടുത്തവും ഇല്ല. എത്തി വലിയാലേ എത്തത്തുള്ളെന്നുള്ളതാണ്. ഇത്രയും ഐറ്റം എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടു. ഈ നേരെ നമുക്ക് അറ്റാക്ക്. കറി ഇവിടുന്ന് ഇങ്ങനെ തോണ്ടി കേറാം അങ്ങോട്ട്. നിനക്കെന്താ കേറാൻ മടി? തോണ്ടിയിട്ട് സർപ്രൈസ് പ്ലേറ്റിൽ അപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒഴിക്കണം. ഓക്കെ, ചൂട് പറന്ന ആവോലിക്കറി തുടങ്ങുകയാണേ. ഇതാണ് അപ്പമൊക്കെ പറഞ്ഞു വരുന്നു. ചൂടപ്പോ എന്തിനാ ഈ ചൂടൊക്കെ? വെയിറ്റ്. ആവി പറക്കുന്ന ചട്ടിയിൽ നിന്ന് മീനെടുത്താൽ പിന്നെ ചൂടുണ്ടാവത്തില്ല. എന്തോ പിന്നെ ഇത് സത്യമായിട്ട് എനിക്ക് ആവോലി തൊടാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് അപ്പവും ഗ്രേവിയും കഴിക്കാം. വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, കൊതി വരുന്നു. ഒരു 10-20 അപ്പം കഴിക്കേണ്ട വരും. എന്ത് ചെയ്യും? തരുവോ ഇവര് അപ്പം 20 ഒക്കെ? പൂ പോലത്തെ അപ്പം, ഗംഭീര ആവോലി കറി മുത്താണ്. ഇനി ആവോലി പൊട്ടിക്കുക, ചൂട് സഹിച്ച്. ഓഹോ, കണ്ടോ പുക പറക്കുന്നത് കണ്ടോ? കള്ളവല്ല പറയുന്നേ, ഇത് വായി വെച്ച വാവുള്ളൂല്ലോ ഗൈസ്. അന്തസ്. ആവോലിയുടെ രുചി എന്താണോ അൾട്ടിമേറ്റ്, അത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഒരു ഉംബ്രിക്കോളം വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കുന്നത്. വാട്ടറിലാണ് ഇവർ കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെന്ത് ആവോലിയുടെ ടേസ്റ്റൊക്കെ അതേപോലെ ഇരിക്കുന്നു. ചക്കരക്കുടം ഒരു കല്ല് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചട്ടി വെച്ച് കറി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും മുളകും ഒക്കെയാണ്. ഇതൊന്നും കളയാൻ പാടില്ല. ഇതൊക്കെ എടുത്തിട്ട് കഴിച്ചോണം. അടുത്ത ഐറ്റമേ കൊഞ്ച് കുത്തി തൂക്കിയത്. നോക്കി നമ്മളിങ്ങനെ എടുത്തു. ഒരു തൂക്കൊക്കെ ഉണ്ട്. ഓക്കെ, മാറ പൊക്കോ മോനെ. വലിയ കൊഞ്ചാണ് കേട്ടോ. ഒന്നുമില്ല, അതേണ്ട ഇതിങ്ങനെ എടുക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് റിയലായിട്ട് പറഞ്ഞാൽ പ്രത്യേകത എന്താ അറിയാമോ? കൊഞ്ചിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അതാണ് ഇതിൻ്റെ പ്രത്യേകത. വെറുതെ കുക്ക് ചെയ്ത് മസാല പിടിപ്പിച്ച് കൊഞ്ചിൻ്റെ രുചിയൊന്നും കളഞ്ഞിട്ടില്ല. ചവച്ചരച്ച് പ്രശ്നമില്ല. കൊഞ്ചും ഗംഭീര വിജയമായിരുന്നു കേട്ടോ. ആവോലി കാന്താരി തവ, കാന്താരിലാണ് ഒളിച്ചെടുത്തേക്കുന്നത്. മോനെ, കാന്താരിയുടെ എരിവ് ഉണ്ട്, ഇടയ്ക്ക് തേങ്ങാക്കൊത്ത് ഇട്ടേക്കുന്നുണ്ട്. അതിങ്ങനെ കടിക്കാൻ പറ്റുന്നു. ഇതിനും എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ മീനിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നു. മസാല കൊണ്ടുപോയിട്ടില്ല മീനിൻ്റെ ടേസ്റ്റ്. അതാണ് ഇതിലെ ഹൈലൈറ്റ്. 3 ഐറ്റവും കഴിച്ചില്ലേ? ഫിഷിലെ രുചി നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. എന്ത് ചെയ്യാൻ പറ്റും? കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഓക്കെ. ഇവിടെ 2 നോക്കി ഇത് വെള്ളം ഇറക്കുന്നുണ്ട്. ഇവർക്കുള്ളത് അടുക്കളയിൽ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ അതിശയത്തി പറയുന്നതല്ല കേട്ടോ. കാന്താരി നല്ലതായിട്ട് സ്പൈസി ആയിട്ടുണ്ട് വായിൽ കേട്ടോ. കഴിച്ചപ്പം തോന്നിയില്ലായിരുന്നു. ഇപ്പം നന്നായിട്ട് ഊറി എരിവ് നാവിൽ കിട്ടുന്നു. അത്രയ്ക്ക് ഗംഭീരമാണിത്. ഇത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നും, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ. എൻ്റെ മുത്തേ, നിങ്ങളെ വിളിച്ചല്ല, ഈ മീനിനെ വിളിച്ച മുത്തേന്ന് കേട്ടോ. ഫിഷിൻ്റെ ഐറ്റങ്ങളെല്ലാം വിജയകരമായി തീർന്നപ്പോൾ ബീഫ് വഴറ്റിയത് ചൂടാണ്. കോംബോ പൊറോട്ട ഇല്ലാതെ എന്ത് ബീഫ് വേണ്ട. ഇത് ഇങ്ങനെ ബീഫ് എടുക്കണം. ഭയങ്കര പ്രതീക്ഷയല്ല ബീഫ് കറി കേട്ടോ. ഇത്രയും ഗംഭീര ഐറ്റങ്ങൾ കഴിച്ചപ്പം ബീഫിൻ്റെ കാര്യത്തിൽ എന്തിനു പുറമോട്ട് പോകണം? അപ്പം ഭയങ്കര പ്രതീക്ഷയോട് ബീഫ് എടുത്ത് കഴിക്കുവാണേ.
ഇതിന് ബീഫ് വഴറ്റിയൊന്നും പേരിടില്ല, ഇതിന് ബീഫ് തക്കടു എന്നൊക്കെ പറയണം. അടിപൊളി. ഓ, ഇതാണ് മസാല, ഇതാണ് ബീഫ്. ഓക്കെ. ഓ, തക്കട് ബീഫ് ഇങ്ങോട്ട് വന്നേ ഗൈസ്. ഇതാണ് ബീഫ് വഴറ്റിയത്. എന്തോ പാടാ, ഇതാ സഹിക്കാൻ പറ്റാത്ത, പേര് പറയാൻ പറ്റില്ല. പോ, ടിപ്പിക്കൽ ബീഫ് കിട്ടത്തില്ലേ പൊറോട്ടയുടെ കൂടെ? ഒന്ന് ആലോചിച്ച് നിങ്ങൾ, നമ്മൾ കഴിച്ച ആ ബീഫ്, അതാണ് ഇത്. 6 പൊറോട്ടയും അതിലേക്ക് ഇങ്ങനെ ബീഫ് കുടഞ്ഞിട്ട് തിന്നാൻ പറ്റുന്ന ബീഫ്. ഇടിയപ്പം എടുക്കുക, 5 മാങ്ങ ഇട്ടത് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കുക. ഏറെ അങ്ങോട്ട് കൊഞ്ചിനെന്താ ഒരു പെട. യെസ്, കൊഞ്ച് മാങ്ങ നമുക്ക് ഗ്രേവി എടുക്കാം, മുകളിലേട്ട് ഒഴിക്കാം. ഓഹ്, എൻ്റെ നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഫുഡ്. അത് മസ്റ്റാണല്ലോ, അത് ഗംഭീരമായിട്ട് കൈയടക്കത്തോടെ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. വേണ്ട, കൊഞ്ച് മാങ്ങയിട്ടതും ഇടിയപ്പം, സോഫ്റ്റായിട്ട് വരുന്ന ഇടിയപ്പം ഗ്രേവിയിലേക്ക് എടുത്ത്, എൻ്റെ മോനെ ഞാൻ എന്ത് പറയും, കൊഞ്ചിഞ്ഞോട്ട് പറിച്ചെടുക്കുക. വേണ്ട, വീണ്ടും അന്തസ് പൊളി ഐറ്റം കൊഞ്ചും മാങ്ങയും. ഇതൊക്കെ ഞാൻ എങ്ങനെ നിങ്ങളോട് പറയും, സത്യമായിട്ടും ഗംഭീര ഫുഡാണ് ഇത്. വീണ്ടും എടുക്കുക കൊഞ്ചും മാങ്ങയും. വേണ്ട, ഇതിങ്ങനെ എടുക്കാം. ഇതാണ് കൊഞ്ച്, നോക്ക് എൻ്റെ മോനെ. ടൈഗർ പ്രോൺസ് എന്നൊക്കെ പറയാം കേട്ടോ, വലിയ കൊഞ്ച് തന്നെയാണ്. മാങ്ങയുടെ ഒരു ഊറിയ പുളി, ഒട്ടും സ്പൈസിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ കഴിക്കാൻ തുടങ്ങിയ ചട്ടി വടിച്ച് നക്കിയിട്ടേ അവർ വീട്ടിൽ പോകുള്ളൂ. തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാം തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കും. പാൽക്കപ്പ നോക്കൂ, പാൽക്കപ്പ ഇങ്ങനെ എടുക്കുക, പ്ലേറ്റിലേക്ക് വിളമ്പുക, വീണ്ടും എടുക്കുക, പ്ലേറ്റിലേക്ക് വിളമ്പുക. എഴുത്തിരിക്കുന്ന പാൽക്കപ്പ. പാൽക്കപ്പയ്ക്ക് കോമ്പിനേഷനായിട്ട് നമ്മൾ വറ്റ തവ ഫ്രൈ ആണ് എടുക്കുന്നത്, പാൽക്കപ്പയിലേട്ട് വെക്കുന്നു. ഓക്കെ, കിള്ളി പൊളിച്ച് ഇങ്ങനെ കുഴച്ച് അതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പില വന്നു. നിന്നെ ഞാൻ തിന്നുവിടാ. നോക്ക് മോനെ, കഴിക്കട്ടെ. വെച്ചോണ്ടിരിക്കുന്നില്ല കേട്ടോ, പറ്റുന്നില്ല, അത് വരണോ. പാൽക്കപ്പ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഭയങ്കര രുചിയാണ്, കഴിക്കാൻ പോരെ. ഹൈലി ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ. അതിലേക്ക് നമ്മൾ ആ തവ ഫ്രൈയും കൂടി ഇട്ടങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ പെർമനൻറ്റ് മെനു ഒന്നുമില്ല, ഡെയിലി ഡിപ്പെൻസ് ആണ്. കിട്ടുന്ന ഫിഷിനനുസരിച്ചായിരിക്കും മെനു പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. പക്ഷേ എന്ത് കഴിച്ചാലും ഗംഭീരമാണ്. വീണ്ടും ഞാൻ ഗ്യാരണ്ടി ആയിട്ടൊരു വീഡിയോ ചെയ്യുകയാണ്. സ്റ്റോറിന് മസ്റ്റ് വിസിറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാം ഗംഭീര ഫുഡാണ്. നിങ്ങൾ കഴിച്ചോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ തെറിവിളിച്ചോ, നോ പ്രോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഗംഭീര ഫുഡാണ്, അടിപൊളി ഫുഡാണ്. ഞാൻ ഈ പറഞ്ഞതൊന്നും അതിശയോക്തിയല്ല, എനിക്ക് എക്സ്പീരിയൻസ് ആയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കറിയിൽ നിന്ന് ഒരു കറിവേപ്പില പോലും എടുത്ത് കളയാൻ നമുക്ക് തോന്നത്തില്ല, അത്രയും ഗംഭീര ഫുഡാണ്. ഓക്കെ, പിന്നെ ചൂണ്ടക്കാൻസിൻ്റെ ഒരു പിക്കിളാണ്, അച്ചാറാണ്, ഫിഷ് അച്ചാറാണ്. ഇതിൻ്റെ വീഡിയോ കുറേ വരും, റീലായിട്ട് ഇടാം. എല്ലാത്തിൻ്റെ കൂടെ ഇനി കഴിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ കണ്ടതല്ലേ നമ്മുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കുറേ പറയാം. പിക്കിൾസാണ്. അപ്പം സ്റ്റേ ട്യൂൺ. വേറെ വിശേഷമൊന്നുമില്ല, വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സ്ഥലങ്ങൾ അടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ചേക്ക്. ടാറ്റാ, ബൈ ബൈ. ചൂണ്ടക്കാരൻസ് ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ മണി അടിക്കാം. മണി ഇവിടാണ്.